ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എൻ്റെ ഉമ്മീൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാവക്കാട് ഫിഷ് അക്വേറിയം കാണാനും പാർക്കും ബീച്ചും അതൊക്കെ കാണാനായിരുന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ചാവക്കാട്ടേക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 12 ആയിരുന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് അക്വേറിയത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമ്മളതൊക്കെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ പോയി നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. കാറിൽ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അക്വേറിയത്തിൽ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ അക്വേറിയം കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ അക്വേറിയം കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും അതിൻ്റെ അകത്തോട്ട് കടന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ വേറൊരു ലോകം, ഫിഷുകളുടെ വേറൊരു ലോകം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം.
ഫിഷ് സ്പാ കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു, കാലൊക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടോ. ഫിലുവിന് നല്ല പേടിയുണ്ടായിരുന്നു, മീനുകൾ വന്ന് കാലിലിങ്ങനെ കൊത്തുന്നത് കണ്ടപ്പോൾ ഫിലുവിന് നല്ല പേടിയായിരുന്നു. ഫിലു ജസ്റ്റ് കാലിങ്ങനെ വെള്ളത്തിൽ തട്ടിക്കുന്നേ ഉള്ളൂ. അവൾ പേടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്നെ നോക്കി പേടിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അക്വേറിയം അങ്ങനെ ചുറ്റി കാണാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ അവരവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവരവിടെയൊക്കെ ഇരുന്നു. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു പ്ലേസാണിത്. ഒരു കാട് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫിലു ഇതേ തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അക്വേറിയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഫിഷുകൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് ഫിഷിന്. ഫിലുവിന് നല്ല പേടിയുണ്ട്. അവൾ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫിഷിന് ഫുഡൊക്കെ കൊടുത്തു. അതും നല്ലൊരു വൈബായിരുന്നു. അക്വേറിയം ഫുള്ളും കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് നമുക്ക് ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും നന്നായി ടയേർഡായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. അങ്ങനെ ബീച്ചിലോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹോഴ്സിനെ കണ്ടത്. അപ്പോൾ ഫിലു ഇതേ ഹോഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പേടിയുണ്ട് അവൾക്ക്. ബീച്ചിൽ വന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിച്ചു. ബീച്ചിൽ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. വരുന്ന വഴിക്ക് പൊന്നാനിയിലുള്ള കർമ്മ റോട്ടിൽ കയറി നമ്മൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ചു. ഫിലു നന്നായി ടയേർഡായിരുന്നു. ഫിലു മാത്രമല്ല, എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ഫിലുവിന് വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, വീട്ടിൽ പോകാമെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഫ്രഷായിട്ട് ഞങ്ങൾ തട്ടുകടയിൽ പോയിട്ട് ദോശ കഴിക്കാൻ ഞങ്ങൾ തട്ടുകടയിലേക്ക് വന്നതാണ്. നല്ലൊരു അടിപൊളി, ചെറുതാണെങ്കിലും നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ തട്ടുദോശ കഴിക്കാൻ വേണ്ടി തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ ഫുഡിന് ഓർഡർ എടുത്തിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം.
പുതിയൊരു വീഡിയോയിലിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരെ ബൈ ബൈ.